ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ്, പ്രത്യേകിച്ചും പ്രവാസി മലയാളികൾക്ക്. വേറൊന്നുമല്ല, നമ്മുടെ നാടൻ കപ്പ വേവിച്ചതും കുടംപുളി ഇട്ട് വെച്ച നല്ല മീൻകറിയും. നമ്മൾ നാട് വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാതിരിക്കാനും തോന്നത്തില്ല. അപ്പൊ ദേ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ കപ്പയും മീനുമേ. ഇത് നമ്മുടെ അയലയാണ്. ഇവിടെ ഫ്രോസൺ ആയിട്ടാണ് ഫിഷ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അതിന്റെ തണുപ്പൊന്ന് പോകാൻ വേണ്ടി ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കപ്പയൊക്കെ ഒന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കാവേ. അപ്പൊ ദേ ഞാനൊരു കുഞ്ഞു പിച്ചാത്തിയാണ് കിട്ടിയത്, അതിട്ടാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദേ മുറിച്ചു വന്നപ്പം ദേ അതിന്റെ ചെറിയൊരു കേട് കണ്ടോ ആ ഭാഗത്ത്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ബാക്കി എടുക്കുവാണ്. കാരണം ഇവിടെ കപ്പയ്ക്കൊക്കെ നല്ല വിലയാണ്, നമുക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അതെനിക്ക് ഒന്ന് താഴെ എങ്ങാണ്ട് വീണപ്പം ചതഞ്ഞതാന്ന് തോന്നുന്നു, അത് കുഴപ്പമില്ല. അപ്പൊ ഈ എനിക്ക് വേറൊരു പിച്ചാത്തി ഉണ്ട്, നല്ല വലുത്, മൂർച്ച പക്ഷെ ഇച്ചിരി കുറവാണ്. ഇനി നമുക്ക് നാട്ടിൽ പോയിട്ട് വരുമ്പം വേണം നല്ല ഒരെണ്ണം കൊണ്ടുവരാൻ. അപ്പൊ ഇതേ കപ്പയൊക്കെ ഞാൻ പൊളിച്ച് കഴുകി എടുത്ത് ചെറുതായിട്ട് അരിയുവാണ്. ഈ അരിയുന്നതിന് മുന്നായിട്ട് ഞാൻ ഇത് വേവിക്കാനുള്ള വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വെട്ടിയെടുക്കാവേ. അപ്പൊ എന്തേ ഞാൻ മീൻ വെട്ടുമ്പോൾ എനിക്ക് എപ്പോഴും ഈ ഒരു കത്രിക മാത്രം മതി മീനൊക്കെ ഈസി ആയിട്ട് വെട്ടിയെടുക്കാന്. പിന്നെ അത് തന്നെയുമല്ല, ഇത് അയലയായത് തന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല, ചെതുമ്പലൊന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് വെട്ടിയെടുക്കാനും പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങിയിരുന്ന് മീനൊക്കെ വെട്ടി വൃത്തിയാക്കാനൊന്നും ഇവിടെ പറ്റത്തില്ല. അപ്പം നമുക്കെല്ലാം അകത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ കത്രികയൊക്കെ ഇട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുമ്പം എങ്ങും തെറിച്ച് വീഴത്തുമില്ല. പിന്നെ നല്ല ഈസി ആയിട്ട് വെട്ടിയെടുക്കുകയും ചെയ്യാൻ പറ്റും. എനിക്ക് നാട്ടിൽ വെച്ച് മീനൊന്നും വെട്ടാനൊന്നും അങ്ങനെ ശരിക്കും അറിയത്തൊന്നുമില്ലായിരുന്നേ. പിന്നെ എല്ലാം നമ്മളിവിടെ വന്ന് ഒറ്റയ്ക്ക് ചെയ്ത് ചെയ്ത് പഠിച്ചതാണ്. ഇപ്പൊ ഏത് മീൻ കിട്ടിയാലും ഒരു കത്രിക ഉണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു പാക്കറ്റിനകത്തില് 3 മീനുണ്ടായിരുന്നേ. അപ്പൊ എന്തേ ഞാൻ 2 വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേതും അതുപോലെ തന്നെ ചെകിളയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ എന്തേ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മുടെ വെള്ളം അപ്പോഴത്തേക്ക് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ലേശം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഉപ്പുപൊടി ഇട്ട് കൊടുത്താൽ കപ്പയിലൊക്കെ നല്ലതായിട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ചു വെക്കുവാണ്, അവിടെ ഇരുന്ന് വേകട്ടെ. അപ്പൊ നമ്മുടെ മീനൊന്ന് നോക്കാം. അത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ 2 കറി വെക്കാനും 1 വറക്കാനും എന്നുള്ള രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീൻചട്ടിയൊക്കെ ഉണ്ട്. പിന്നെ മീൻചട്ടി ഇല്ലാതെ എന്ത് നാടൻ മീൻകറി അല്ലേ. അപ്പം എന്തേ അതൊക്കെ നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മീൻകറി വെക്കുമ്പോൾ കുടംപുളി ഇട്ട് വെള്ളം ആദ്യമേ നല്ലതായിട്ട് തിളപ്പിച്ച് വെക്കുവേ. ആ വെള്ളത്തിലാണ് പിന്നെ മീൻകറി വെക്കുന്നത്. അപ്പൊ നമ്മുടെ ചട്ടി ഇതേ ചൂടായിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതേ നോക്കിയപ്പോ നമ്മുടെ കപ്പ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നു. എന്നാ ഒന്ന് വെന്തോന്ന് നോക്കാന്ന് വെച്ചു. അപ്പൊ ഇതേ വെന്തിട്ടില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ദേ വെളുത്തുള്ളി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് മൂക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുവേ. അപ്പൊ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഇച്ചിരി മഞ്ഞപ്പൊടിയുവേ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും മുളക് പൊടിയാണ് ഇച്ചിരി കൂടുതൽ എടുക്കുന്നത് മല്ലിപ്പൊടിയെക്കാട്ടിലും. പിന്നെ അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എണ്ണയിലിട്ട് നല്ലതായിട്ട് ആ മസാല ഇങ്ങനെ മൂപ്പിക്കുവേ. അപ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ലൊരു കളറ് വരുന്നത്. പിന്നെ നമ്മളതേണ്ട ആ കുടംപുളി ഇട്ട് വെച്ച വെള്ളം ഇച്ചിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അരപ്പ് നല്ലപോലെ ഒന്ന് വേവിക്കുവേ. ഇങ്ങനെ വേവിക്കുമ്പോഴാണ് നമ്മുടെ ആ മീൻകറിയുടെ ചാറിന് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് നല്ലതായിട്ടൊന്ന് ആ മസാലയൊക്കെ ഒന്ന് വെന്ത് വറ്റി വരുമ്പം ബാക്കിയുള്ള വെള്ളവും പുളിയും കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കും. ഇവിടെ എല്ലാവർക്കും ചാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഇച്ചിരി ചാറ് കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ വെട്ടിവെച്ച മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് പെറക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 മീനേ എടുത്തുള്ളൂ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അതിനെ ഒന്ന് മൂടി വെച്ചിട്ട് എല്ലാം അവിടെ നിന്ന് വേകട്ടെ.
ദേ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടായിരുന്നേ. ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് തേങ്ങയില് ഒരു കഷ്ണം വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകവും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടി ഇട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടായിരുന്നേ. ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമ്മുടെ ഊറ്റി വെച്ച കപ്പയും കൂടെ അങ്ങോട്ടിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ലതായിട്ട് ആ തവിയും കൊണ്ട് ഒന്ന് നല്ലപോലെ ഇടിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കപ്പ അങ്ങ് ഒത്തിരി കുഴഞ്ഞു പോകണ്ടേ, ഒന്ന് കടിക്കണം ഇടയ്ക്ക്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു വേവിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻകറി നല്ല പോയിട്ട് തിളച്ച് താണ്ടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ കപ്പയും മീൻകറിയും സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കപ്പയും മീൻകറിയും ഒക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് എരിയും പുളിയും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിത് കഴിക്കാൻ പോവാണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും വീഡിയോയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ എന്താണെന്ന് പറയണം. അപ്പൊ വേറൊരു വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.